ഇപ്പോൾ അവർ വളരെ ശക്തമായി പറയുന്നത് രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും ദളിതാദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇനി കോൺഗ്രസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ പ്രമേയമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയൊരു ആവശ്യമല്ല രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 70% സംവരണം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 70% ആളുകൾ രാജ്യത്ത് പിന്നാക്ക ദളിത് ആദിവാസി വിഭാഗങ്ങളാണ്, ഗോത്ര വിഭാഗങ്ങളാണ്. അപ്പോൾ 100 പേരെ എടുത്താൽ 70 പേര് ഏത് മേഖലയിലും അവരുടെ പ്രാതിനിധ്യം 70 ആയിരിക്കണം എന്നാണ്. അതൊരു വലിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടിയാണ്. അതായത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാവുകയും അവരുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമാണ്, ആ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇതുവരെ കോൺഗ്രസിനെ കുറിച്ചുള്ള അപവാദം എന്താണ്? അതൊരു മൃദുഹിന്ദുത്വ പാർട്ടിയാണ് എന്നുള്ളതാണ്. അവരുടെ സമീപനങ്ങൾ എപ്പോഴും മൃദുഹിന്ദുത്വമായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു ഗുണവും കോൺഗ്രസിന് ലഭിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അതിതീവ്രമായ ഹിന്ദുത്വം BJP പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൃദുഹിന്ദുത്വം പറയുന്നവർക്ക് എന്ത് പ്രസക്തിയാവുള്ളത്? അപ്പം അവിടെയുമില്ല ഇവിടെയുമില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ഇനി കോൺഗ്രസിന് പോകാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ വ്യക്തത വരുത്തുന്നു എന്നുള്ളതാണ് ഈ അഹമ്മദാബാദ് സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നിശ്ചയമായും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.